ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് കടക്കുന്നത്. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രതി സിറാജുദ്ദീനെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. സമീർ, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു, നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്, ഇയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. തെളിവെടുപ്പ് നടക്കുകയാണ് ഇപ്പോഴല്ലേ? വിജയകുമാർ, നിലവിൽ ഈ സിറാജുദ്ദീൻ്റെ ചട്ടിപ്പറമ്പിലുള്ള വാടക വീട്ടിൽ എത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം CIയുടെ നേതൃത്വത്തിലാണ് ഇവിടെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് ഈ പ്രസവം നടക്കുകയും പിന്നീട് യുവതി മരിക്കുന്ന ഒരു സംഭവമൊക്കെ തന്നെ ഉണ്ടായത് ഈ വീടാണ് എന്നുള്ളതാണ് പ്രതി പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീടിൻ്റെ ഈ പുറകു വശത്താണ് ഇപ്പോൾ പോലീസ് സംഘവും പ്രതിയുമായി നിൽക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ കുഴിച്ചു മൂടിയത് വീടിൻ്റെ പിൻഭാഗത്താണ്. ഒരു മൺവെട്ടിയുമൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ എന്താണ് ഈ മണ്ണിനടിയിലേക്ക് ഇട്ടതെന്ന് അറിയാൻ വേണ്ടി അവ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം വീടിൻ്റെ അകത്തേക്കും എത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രതിയുടെ അറസ്റ്റ് മലപ്പുറം പോലീസാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീനാണ് അറസ്റ്റിലായിരിക്കുന്നത്. നരഹത്യാ കുറ്റമാണ് പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ഇയാളുടെ ഭാര്യ അസ്മ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈകുന്നേരം 6 മണിയോട് കൂടെയാണ് വീട്ടിൽ പ്രസവം നടക്കുന്നത്. പിന്നീട് 9 മണിയോട് കൂടെ ഈ രക്തം വാർന്ന് ഈ സ്ത്രീ മരിച്ചു എന്നുള്ളതാണ്. ചികിത്സ ലഭിക്കാത്തതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് രാത്രി ആരും അറിയാതെ ഈ ആംബുലൻസിൽ ഈ സ്ത്രീ യുവതിയുടെ വീടായിട്ടുള്ള പെരുമ്പാവൂരിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് മാത്രമാണ് വീട്ടുകാർ ഇങ്ങനെ വീട്ടിൽ പ്രസവം നടന്നെന്നും ഈ യുവതി മരിച്ചു എന്നുള്ള കാര്യമൊക്കെ തന്നെ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ യുവതിയുടെ വീട്ടുകാരാണ് പോലീസിൽ പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസ് നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത് ഈ യുവതിയുടെ 3 പ്രസവവും നടന്നത് ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഇപ്പോൾ ഈ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണമായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാൾക്ക് അങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഈ ആത്മീയമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് ഈ വീട്ടിലെ പ്രസവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് തന്നെ, ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആംബുലൻസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ 6 മണിക്ക് പ്രസവം നടന്നു, 9 മണിക്ക് സ്ത്രീ മരിച്ച് 2:30 കൂടിയാണ് ഈ ആംബുലൻസ് ഡ്രൈവറെ വിളിക്കുന്നത്. അങ്ങനെ ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ മൃതദേഹം വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് ഇനി പോകുന്നത്.